വെൽക്കം ബാക്ക് ടു ചാനൽ ഗൈസ്. അപ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും ഉണ്ട്, അനന്തോണ്ണനും ഉണ്ട്. അനന്തോണ്ണൻ ആക്ച്വലി നാട്ടിലെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സോ ഞങ്ങൾ ആക്ച്വലി കായംകുളം വരെ പോവുകയാണ്. എന്താണെന്ന് ചോദിച്ചാൽ നാളെ നമ്മുടെ ജിമ്മിൽ ഓണപരിപാടിയാണ്. സോ നമുക്ക് കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും, നമുക്ക് നല്ല അനന്തോണ്ണ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളും എടുക്കാറുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ 2 ആശാന്മാർക്കും നമ്മൾ ആക്ച്വലി ഒരു ഗിഫ്റ്റ് ആയിട്ട്, സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് ഇല്ലയാണോ, സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ എന്തെങ്കിലും ഡ്രസ്സ് എടുത്ത് കൊടുക്കാന്നുള്ള പ്ലാൻ ഉണ്ട്. സോ അവിടെ പോയിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും സാധനങ്ങൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എടുക്കുന്നതായിരിക്കും. സോ ഞങ്ങൾ എന്തെങ്കിലും അങ്ങോട്ട് പോയിട്ടാണ് ഗൈസ്. ഞങ്ങൾ ആക്ച്വലി അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഞാനും അനന്തോണ്ണനും കൂടെ അങ്ങോട്ട് പോവുകയാണ്. ഞങ്ങൾ ആക്ച്വലി ഗിറ്റെക്സിലോട്ടാണ് പോകുന്നത്, നമ്മുടെ കായംകുളം. പക്ഷെ അവിടെ ചെന്നപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സെക്യൂരിറ്റി പറഞ്ഞ് നേരെ ഇങ്ങോട്ടും കയറ്റിയിട്ടു എല്ലാവർക്കും കൂടെ പാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. സോ അപ്പോൾ ഞങ്ങളവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതാണ് ഗിറ്റെക്സ്, നമ്മുടെ സ്വന്തം ഇക്കയുടെ കടയാണ്. ഭയങ്കര തിരക്ക്, ഓണത്തിരക്കാന്ന് തോന്നുന്നു ഗൈസ്. ഒരു രക്ഷാത്ത തിരക്ക് ഉണ്ട്, ഒരു രക്ഷാത്ത തിരക്ക്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മേളിട്ട് കയറിട്ടോ. മേളി നമ്മൾക്കൊക്കെ ഉള്ള ഡ്രസ്സ് അവിടെ ആണെന്ന് തോന്നുന്നു, ആണെന്നാണ് എന്റെ വിശ്വാസം. കാരണം ഞാൻ വന്നെടുക്കുന്നത് ഇവിടുന്ന്. നമുക്ക് നോക്കാം. ഹാഫ് സ്ലീവേ ഉണ്ട്, താഴെയാണ് ഫുൾ സ്ലീവ് ഉള്ളത്. താഴത്ത് പോകാം. അതാണ് ഫുൾ സ്ലീവ് ഷർട്ടും മുണ്ടും. നൈസ്. ഏതെങ്കിലും കാരണം എടുക്കൂ ഗൈസ്. കുഴപ്പമില്ല, നമുക്ക് ഏതെങ്കിലും ഒക്കെ എടുക്കാം. ആദ്യം പറഞ്ഞാൽ ട്രൈ ചെയ്ത് നോക്ക്, എന്നിട്ടല്ലേ ബാക്കി. മുടുക്കാനായിട്ടുണ്ട്, കൊള്ളാണ്, രസമുണ്ട്. ഇത് മതി, ടൈറ്റല്ലേ നമുക്ക്. അപ്പൊ ഇത് മതി, അത് അഴിക്കാൻ പറ്റത്തില്ലേ ഗൈസ്? അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് എന്റെ ഫുൾ കണ്ടന്റ് അല്ലേ. നിങ്ങള് വേറെ കളർ നോക്കട്ടെ, 2-3 വേറെ കളറൊക്കെ നോക്കിയിട്ട് ഞങ്ങള് ഇത് നോക്കി. ഇത് പക്ഷെ വലിയ കുഴപ്പമില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൂടെ നോക്കി, ഇത് വലിയ സുഖമില്ല, അതുകൊണ്ട് ഇത് വേണം ഗൈസ്. എന്നെ ഇങ്ങനെ പണിക്കാനാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് ക്യാമറ തിരിക്കാൻ പറ്റില്ല, അങ്ങനെ വേറെ കൊലത്തെ നിൽക്കും. അതുകൊണ്ട് അതെ 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 ഏതെങ്കിലും ഒക്കെ ഒരെണ്ണം സെറ്റ് ആക്കിയിട്ട് ഞങ്ങൾ ഇപ്പൊ പറയാം. അപ്പൊ ആശാന്മാർക്ക് ഓണക്കോൾ എടുക്കാണ്ട് നിൽക്കുകയാണ്. ഇതിനകത്ത് അന്നോടം തകർത്ത് എല്ലാവർക്കും ഫോട്ടോ അയച്ചു കൊടുത്തോണ്ടിരിക്കും. വീഡിയോ കോൾ വിളിച്ച് കാണിച്ചിട്ട് അമ്മ അല്ലോടെ കിടന്നായിരുന്നു ചിലപ്പോൾ, അതുകൊണ്ട് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. അതാണ് മിണ്ടിയ ഗ്രൂപ്പ് എവിടെ അതെന്തി അന്തോണം മുടുക്കനാന്ന് കട മൊത്തത്തെ അയച്ചു കൊടുത്തിട്ടുണ്ടെന്ന്. അങ്ങനെയൊക്കെ പറ്റത്തുള്ളത് ഇവിടുന്ന്. ഇത് എടുത്തിട്ടുണ്ട്, നമ്മൾ ആ 2 ഷർട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പൊ കിടന്ന സംഭവം ഉണ്ട്. ഇങ്ങനൊരു സാക്ഷിയാണ്, ഇങ്ങനെ സാക്ഷിയാണ്. ഒരു പയ്യൻ വന്നിട്ട് ആദ്യമായിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് അന്തോണ സാക്ഷി. പക്ഷെ അല്പം മേടിച്ച് കൊടുത്താലേ എല്ലാവരോടും പറയത്തുള്ളൂ പറഞ്ഞു ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഷർട്ടും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ ഞങ്ങൾ ജിമ്മിലോട്ട് പോവാം. അവിടെ ഇനി കുറച്ച് അത്തപ്പൂവിന്റെ കാര്യങ്ങളായിട്ട് കുറച്ച് അവിടെ പരിപാടിയുണ്ട്. സോ ഇനി ജിമ്മിലോട്ട് പോട്ടെ. നമ്മുടെ തകർത്ത് പ്രാക്ടീസ് ആണ്. നാളെ ഇവരുടെ വന്ന തിരുവാതിരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ പിള്ളേർ ഇന്ന് വീട്ടിൽ പോലും പോയിട്ടില്ല. രാവിലെ തൊട്ട് വന്ന് ഫുൾ പ്രാക്ടീസും കാര്യങ്ങളാണ്. ഐ മീൻ എനിക്ക് ആഹാരം പോലും ഇന്ന് ഇവിടെ നിന്നായിരുന്നു തോന്നുന്നു. അതൊക്കെയുള്ള പൂക്കലായിട്ട് രഞ്ജുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് ഫ്രിഡ്ജ് വെച്ചാൽ പോലായിരുന്നു. ഇത് ഫ്രിഡ്ജ് വെക്കണ്ടേ? ഇത് മോശമാവത്തില്ലേ? ഇല്ല, രാവിലെ അങ്ങ് പൊളിച്ചാൽ മതിയല്ലേ? അല്ല, എന്നാലും ഇത് മോശമായിരിക്കും. നമ്മുടെ ഈ അത്ത വിടുമ്പം അത്തത്തിന് നടക്കും മറ്റേ നെൽപ്പറയൊക്കെ വെക്കുന്നുണ്ട്. അപ്പൊ അതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള പൂക്കൊല. സുലഭ നിമിഷത്തിൽ എന്താണ് നിനക്ക് പറയാനുള്ളത്? അവിടെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് ഡമ്മിയെ വൈ ഉള്ളെല്ലാം ചത്ത്. എന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ ഇരുന്ന് പിള്ളേർ ഡാൻസ് പ്രാക്ടീസ് അല്ലേ, നമ്മളവിടെ വെറുതെ ഇരിക്കും. അപ്പൊ ഞങ്ങൾ പോയി അതെ ഞങ്ങൾ ആവശ്യമുള്ള മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഗ്യാപ്പിൽ പോയി നൈസായിട്ട് 2 ചായ കുടിച്ചിട്ടാണ് വിചാരിച്ച്. തൊട്ടപ്പോൾ തന്നെ ചായക്കട. ഞങ്ങൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സത്യമാ, എന്റെ ഏത് വ്ലോഗിൽ വന്നാലും എന്തുകൊണ്ട് നീ ഷീ ഡെലി വേണ്ട. ഞാനത് ഇപ്പഴാ ശ്രദ്ധിച്ചത്. ഒരു മാറ്റമില്ലല്ലോ ഗൈസ്. അപ്പൊ അതുകൊണ്ട് അതാണ് ചായക്കട. ഒരുപാട് കടികൾ ഇരിപ്പുണ്ട്. അനന്തകണ്ണൻ ഇതെല്ലാം കണ്ടിട്ട് ഇതെല്ലാം കഴിക്കണമെന്നുണ്ട്. പക്ഷെ ഡയറ്റ് അവിടെ ഒന്നും കഴിക്കാനും പറ്റൂല. പക്ഷേ ഞാനത് എങ്ങനെയെങ്കിലും കഴിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. കാരണം എനിക്ക് കഴിക്കാൻ, ഞാൻ ഡയറ്റ് ബ്രേക്ക് ആയിട്ട് നിൽക്കുക, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ടാണ് എനിക്ക് വയ്യാത്തതുകൊണ്ട് എന്നോട് ഡോക്ടർ പറഞ്ഞു ഡയറ്റ് വിട്ടോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ 2 കോഫി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കഴിച്ചിട്ട് പോരാ. ദേവൻ ബ്രെഡും പഴം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇത് എങ്ങനെ കഴിക്കണം എന്നുള്ളത് ദേവൻ കാണിച്ചു തന്നിട്ടുണ്ട്. അജയ് സോറി. ഇങ്ങനെ വെക്കുക,
ദേവൻ ബ്രെഡ് കൊണ്ടുവന്നു, അജയ് പഴം കൊണ്ടുവന്നു. അതെ അതെ അതെ, ഞങ്ങളത് കഴിച്ചു കാണിക്കും. നല്ല വിശപ്പുണ്ട്. കഴിക്കട്ടെ, കഴിച്ചിട്ട് വരാം. ഗൈസ്, അപ്പൊ ഇനിയിപ്പോ പൂവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുള്ള പരിപാടി. ഇത് നമ്മൾ പ്ലാസ്റ്റിക് പൂ കയറി വരുന്ന വഴിക്ക് ഇടാനും, പിന്നെ അതുപോലെ നാളത്തെ അത്തപ്പൂനുള്ള പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് മെഷീൻസ് എല്ലാം കംപ്ലീറ്റ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ജിമ്മിലെ പരിപാടികളെല്ലാം തീർത്തിട്ടുണ്ട്. ഞങ്ങൾ എല്ലാം ക്ലീൻ ആക്കി അവിടെ കുറച്ച് പൂവും കാര്യങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് മെഷീൻസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി. ഇപ്പോൾ ഓൾമോസ്റ്റ് 11 മണിയോളം ആയിട്ടുണ്ട്. സോ പയ്യന്മാരെല്ലാവരും വീട്ടിലോട്ടൊക്കെ പോവുകയാണ്. ഇനിയിപ്പോൾ നാളെ രാവിലെ വന്ന് ഇനി അത്തപ്പൂ ഇടണം. ഡിസൈനും കാര്യങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. ഇതോ അവിടെ ഡിസൈനും കാര്യങ്ങളൊക്കെ സെറ്റാണ്. പൂവ് തൽക്കാലം അവിടെ വിരിച്ചിട്ടേക്കാണ്. രാവിലെ വന്ന് വീർത്തിടുക, അത്തപ്പൂ ഇടുക. സോ നമുക്കിനി രാവിലെ കാണാം ഗൈസ്. ഗൈസ്, അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ രാവിലെ നമ്മൾ ജിമ്മിലേക്ക് വന്നിട്ടുണ്ട്. പയ്യന്മാരെല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെ നമ്മൾ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് അകത്തോട്ട് ഇപ്പം കാണിച്ചു തരാം. ഇത് ഇന്നലെ അത് നിങ്ങൾ കണ്ടതായിരിക്കും, ഞാൻ ഒന്നുകൂടെ കാണിക്കുകയാണ്. സോ ഇനിയിപ്പം പിള്ളേരിപ്പം അത്തപ്പൂ ഇടാനൊക്കെ വരും. അപ്പോൾ നമുക്ക് ഈ പൂവും കാര്യങ്ങളൊക്കെ ഒന്ന് ഈർത്തിടണം. അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരത്തും ഉണ്ട് അവിടെ അരിയാനായിട്ട്. ഇനിയിപ്പോൾ പൂക്കളം പിള്ളേരെ വന്നിട്ട് സെറ്റ് ചെയ്യണം. പിന്നെ അവിടെ ബാക്കി വെള്ളത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആൾക്കാർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പിള്ളേർ വന്നാൽ മതി. പിള്ളേർ 8:30 വരുമെന്ന് വിചാരിക്കുന്നു. പിള്ളേർ ഇവിടെ അത്തപ്പൂ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇനിയിപ്പോൾ റെഡി ആവണം. ഞാനുണ്ട്, ദേവനുണ്ട്, അഭിയുണ്ട്. സോ ഇവരിവിടെ പണി തകർക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പോയി ഫ്രഷ് ആയിട്ട്. ഹേ ഗൈസ്, അപ്പോൾ ഞാൻ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ഡ്രസ്സ്. ഐ ഹോപ്പ് യു ക്യാൻ സീ ദിസ്. മുണ്ട്, ഷർട്ട്, ഇങ്ങനെ സാധനമാണ്. ഇപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഡ്രസ്സ്. സോ ഇനിയിപ്പോൾ ജിമ്മിലോട്ട് പോകാം. പയ്യന്മാർ അവിടെ വന്നിട്ടുണ്ട്. ഗൈസ്, ഞങ്ങളുടെ ഇന്നത്തെ മാവേലി ഇവനാണ്. ഇവനെ ഞങ്ങൾ ഒരുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കുടയുണ്ട്, പിന്നെ എന്താ കുടയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി ഒരു മുണ്ടിന് കുറവുണ്ട്. മാവേലി ഓൺ പ്രോസസിങ് ആണ്. മീശയൊക്കെ വരച്ച് ഇനി മുണ്ട് നേരിട്ട് കൊടുക്കാൻ മതി. വില്ല ഇങ്ങോട്ട് നോക്കടാ, കൊള്ളാൻ രസമുണ്ട്, ചേരുന്നുണ്ട്. നമുക്ക് സ്ഥിരമാക്കിയാലോടാ. വേണ്ട, നമ്മുടെ പയ്യനെ മാവേലിയൊക്കെയാണ്. ശ്രീ വിശാഖാണ് ഇതിന്റെ എല്ലാം ഒരുക്കാൻ എടുക്കാൻ. ശരതല്ലേ അല്ല, കണ്ണട വെച്ച് നോക്കാം. ഓ
ഇപ്പൊ ഓൾമോസ്റ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. എന്റെ സൗണ്ട് കംപ്ലീറ്റ് അടിച്ചു പോയിട്ടുണ്ട്. സോ ഇപ്പം ഫുഡിങ്ങിന്റെ ടൈമാണ്. ഫസ്റ്റ് സെക്ഷൻ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് സെക്ഷനിലേക്ക് ആൾക്കാർ കയറിയിട്ടുണ്ട്. ഇനി ഇത് കഴിഞ്ഞിട്ടായിരിക്കും ബാക്കി കലാപരിപാടികളും കാര്യങ്ങളൊക്കെ. എന്റെ സൗണ്ട് മൊത്തം പോയി കഴിച്ചു, അണ്ണാക്ക് വെച്ച് മൊത്തം അടിച്ചു പോയി കഴിച്ചു. ഇപ്പൊ ഞങ്ങൾ കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. ബാക്കി എല്ലാവരും കഴിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ ഞങ്ങൾ ഇത്രയും സദ്യകൾ ഓരോ വരട്ടെ. എന്റെ ചോറ് വന്നിരിക്കുകയാണ്. ഞാൻ അടുത്ത പരിപ്പ് വരും. കൈസ് പപ്പടം ഉണ്ട്, അച്ചാറുണ്ട്, ഇഞ്ചിയുണ്ട്, അവിയലുണ്ട്, പിന്നെ തീയലുണ്ട്. എന്റെ പപ്പടം കള്ളൻ വിടുവോ? എന്റെ തോരൻ, പിന്നെ അച്ചടി കിച്ചടി ഇതെന്തോ എന്തോ ഒരു കറി, ഇതും എന്തോ ഒരു കറി, പിന്നെ വെള്ളമുണ്ട്. കൈസ് പരിപ്പ് വന്നിരിക്കുകയാണ്. ഗൈസ് നെയ്യുണ്ടോ? കഴിക്കണ കൈസ് എടുക്കുക. ആ സൈഡിൽ കൂടുതൽ കണ്ടോ കഴിക്കട്ടോ. ഞങ്ങളോട് ഒരു വഴി അപ്പൊ അകത്തെ പരിപാടികൾ കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ പുറത്ത് ഇനിയും പയ്യന്മാർക്ക് വടംവലി നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഓണപ്പരിപാടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്.